ഇന്നത്തെ ലോകം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വേൾഡ് ഓഫ് കൊമേഴ്സ്. ഇന്ന് സാമ്പത്തികവും വാണിജ്യപരമായ കാര്യങ്ങളിൽ തന്നെയാണ് ലോകം മുഴുവൻ സഞ്ചരിക്കുന്നത്. മോർ ദാൻ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി ഒരു പക്ഷേ നല്ല മടുപ്പോട് കൂടിയായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ലോ പേപ്പേഴ്സ് അത്ര വെറുപ്പിക്കൽ വിഷയങ്ങളല്ല, സഹിക്കേണ്ട കാര്യമില്ല, ഒന്നുമില്ല. ഏത് സാധാരണക്കാരനും +2 പാസ്സായ ഒരു കുട്ടിക്ക് കുറഞ്ഞ പൈസ അവൻ്റെ ഫാമിലിക്ക് ബെയർ ചെയ്യാൻ പറ്റുന്ന എമൗണ്ടേ ഉള്ളൂ. കാരണം അത്യാവശ്യം ക്യാപ്പബിലിറ്റി ഇല്ലാത്തൊരു കുട്ടി ഇത് ക്വാളിഫൈ ചെയ്യൂല എന്ന് ഇൻഡസ്ട്രിക്ക് അറിയാം. പക്ഷെ +2 ഈ ഓർഗാനിക് കെമിസ്ട്രിയും പിന്നെ ഈ മാത്സിലെ ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷൻ്റെ ഒക്കെ ടഫ്നെസ് നോക്കുമ്പോൾ കൊമേഴ്സ് ഒരു വിഷയമല്ല. ICMSൻ്റെ എക്സ്പേർട്ട് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കൊമേഴ്സ് മേഖലയെക്കുറിച്ച് ആഗോളതലത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, കൊമേഴ്സിൻ്റെ വിദ്യാഭ്യാസ മേഖല അതിനെ ആഗോളതലത്തിൽ ഒരുപോലെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് ICMSൻ്റെ എക്സ്പേർട്ട് ടോക്കുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി എന്നുള്ളത് കൊമേഴ്സ് അധ്യാപന മേഖലയിൽ ഏകദേശം 10 വർഷത്തിലധികമായിട്ട് അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് അഹമ്മദ് മുഷ്രിഫ് സാറാണ്. സർ, നമ്മുടെ ICMSൻ്റെ ഈ ഒരു എക്സ്പേർട്ട് ടോക്കിലേക്ക് താങ്കൾക്ക് സ്വാഗതം. താങ്ക് യു. ഞാൻ തുടക്കത്തിൽ തന്നെ താങ്കളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അഡ്വക്കേറ്റും കൂടെയാണ്. സാധാരണ CA, CMA, CS ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് പലരെയും. ഈ അഡ്വക്കേറ്റ് എന്നുള്ള ഒരു പ്രൊഫഷനോട് ചേർന്ന് നിൽക്കുന്നതാണ് ലോ എന്നുള്ളത്. ആ ഒരു അർത്ഥത്തിൽ നിന്നുകൊണ്ട് തന്നെ CA, CMA, CS ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലോ പേപ്പറുകൾ കൈകാര്യം ചെയ്യാനുണ്ട്. എങ്ങനെയാണ് ഈ ഒരു പേപ്പറിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നത്? ഞാനെത്തിയതാണ് ഇപ്പോൾ ഇവിടുത്തെ വിഷയം. അതെ, അതോ ഈ സബ്ജക്റ്റ് ഞാനെത്തിയ വിഷയം നോക്കുകയാണെങ്കിൽ ഓൾറെഡി കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഓൾറെഡി ലോ പേപ്പേഴ്സ് എനിക്കിഷ്ടമായിരുന്നു. തിയറി ആണെങ്കിലും ഇതിൽ ഒഴിവാക്കത്തക്ക വിധത്തിലുള്ള തിയറീസ് ഇല്ല. ലോ എന്താണോ അതിലുള്ളത് അതിൽ മുഴുവൻ കണ്ടൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേപ്പേഴ്സ് തിയറി പൊതുവെ ആർക്കും ഇഷ്ടമല്ലെങ്കിലും എനിക്കിഷ്ടമായിരുന്നു. ഞാൻ ഡിഗ്രിക്ക് പഠിച്ച സമയത്തൊക്കെ എനിക്കിഷ്ടമുള്ള പേപ്പറും കൂടെ ആയിരുന്നു ലോ. പിന്നെ LLB എടുത്തു. LLB എടുത്തപ്പോൾ ലോൻ്റെ ഒരു കുറച്ചും കൂടെ ഇഷ്ടപ്പെടാണ് ഉണ്ടായത്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് CMAക്കാർക്ക് ലോൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അത് കുറച്ച് വൈഡായിട്ട് പറയേണ്ടി വരും. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളെ മുമ്പ് നടന്ന ടോക്സുകളിലൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഇന്ത്യൻ ഗവൺമെൻറ് ആണ് കോഴ്സിന് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് കീഴിലുള്ള 3 ബോഡീസ്. അപ്പോൾ അവർ കൊമേഴ്സിലേക്കുള്ള പ്രൊഫഷണലുകളാണ് ഈ കോഴ്സിലൂടെ വാർത്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ ഏറ്റവും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ഇന്ത്യയിലുള്ള കൊമേഴ്ഷ്യൽ ലോസും ഇന്ത്യയിലുള്ള ഇൻഡസ്ട്രിയൽ ലോസും ഇന്ത്യയിലുള്ള ഇന്ത്യൻ കമ്പനി ലോയും ഇങ്ങനെയുള്ളത് എന്തായാലും അറിഞ്ഞിരിക്കണം. കാരണം കോർപ്പറേറ്റുകളുടെ ഹെഡുകളിലും ബിസിനസ് ട്രാൻസാക്ഷനുകളൊക്കെ ലീഡ് ചെയ്യേണ്ട പ്രൊഫഷണൽസാണ് ഈ കോഴ്സുകളിലൂടെ വരാൻ പോകുന്നത്. സോ തീർച്ചയായിട്ടും സബ്ജക്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, CA, CMAകളിൽ ആ ഒരു അർത്ഥത്തിൽ ലോ പേപ്പർ അല്ലെങ്കിൽ ലോ എന്നുള്ള സബ്ജക്റ്റ് നിർബന്ധമാണ്, ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി സാർ പറഞ്ഞെടുത്തുന്ന ഇടയെന്ന് ഞാൻ എടുക്കുകയാണ്. സാധാരണ ഈ തിയററ്റിക്കൽ ആയിട്ടുള്ള സബ്ജക്റ്റ്, അതും തന്നെ CA, CMAയുടെ ഒരു നേച്ചർ പ്രകാരം ഉച്ചവരെ അതല്ലെങ്കിൽ പൂർണ്ണാർത്ഥത്തിൽ ഒരു ദിവസം മുഴുവൻ ക്ലാസ് എടുക്കണം. എങ്ങനെയാണ് പുതിയ കുട്ടികൾ ഇതിനെ നിങ്ങളെ ഇത്ര ക്ഷമയോടുകൂടി സഹിക്കുന്നത്? ഇർഷാദ് സാർ ചോദിച്ച ചോദ്യം, സബ്ജക്റ്റ് സഹിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കണേ, അത് ഒന്ന് നമ്മൾ കുട്ടികൾ നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കാരണം CA, CMA മേഖലകളിൽ കുട്ടികൾ പഠിക്കാൻ വരുമ്പോൾ തന്നെ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ബോധേഡ് ആയിട്ടാണ്. ദേ ആർ പ്രിപ്പയർഡ്. മോർ ദാൻ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി ഒരു പക്ഷേ നല്ല മടുപ്പോട് കൂടിയായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ കുട്ടികൾക്ക് അതിനുള്ള അവബോധം കൊടുക്കുന്നുണ്ട്. ലോ എത്രത്തോളം ഇമ്പോർട്ടൻ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള അവർ ബോധേഡാണ്. അപ്പോൾ ആ താല്പര്യം ഒന്നാമതായിട്ട് ഓലെ ഇടയിലുണ്ടാവും. രണ്ടാമത് ലോ പേപ്പേഴ്സ് അത്ര വെറുപ്പിക്കൽ വിഷയങ്ങളല്ല, സഹിക്കേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ് ഇതിൽ പഠിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളെ കാര്യം തന്നെ എടുത്താൽ, ഇപ്പോൾ ലോൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിളാണ് ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസാറ്റ്. ദ ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് എക്സ്ക്യൂസബിൾ. ഇർഷാദ് സാർ ഒരു നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഇർഷാദ് സാർ ശരിക്കും ചിലപ്പോൾ അത് അറിയാത്തത് കൊണ്ടായിരിക്കും ലംഘിച്ചിട്ടുണ്ടാവുക, ലംഘിച്ച് പോയതാവാം. പക്ഷേ അത് എക്സ്ക്യൂസായിട്ട് പറയാൻ പറ്റുമോ?
പറ്റൂല, ഇല്ല, യു വിൽ ബി പണിഷ്ഡ് അക്കോർഡിംഗ്ലി. Penalized. സോ അതുകൊണ്ട് തന്നെ നിയമം, നിങ്ങളിപ്പോൾ ഈ കോഴ്സ് പഠിച്ചാലും ഇല്ലെങ്കിലും ഇപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ ആളുകളും ഇന്ത്യൻ നിയമങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ആവശ്യമുള്ളത് നമ്മൾ അറിയും, അല്ലെങ്കിൽ നമ്മൾ ബോധേഡ് ആവും. അല്ലാത്ത പക്ഷം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കോഴ്സിലേക്ക് വന്നൊരു കുട്ടി തീർച്ചയായും ഇൻട്രസ്റ്റഡ് ആണ്, അവൻ പഠിക്കുകയും ചെയ്യും. പിന്നെ പഠിക്കുന്ന ആളുകൾ അവർ സ്റ്റുഡൻസിനെ തന്നെ ഡേ ടു ഡേ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവർ ചേരാൻ പോകുന്ന ഒരു കരിയറിൻ്റെ ഭാഗമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആവശ്യമുള്ളതാണെന്ന് അറിയുമ്പോൾ തന്നെ കുട്ടികൾ. സർ, ഞാൻ നിങ്ങളോട് ആ ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ആ ക്വസ്റ്റ്യൻ തുടക്കത്തിൽ തന്നെ ഇട്ടതിൻ്റെ ഒരു കാര്യം എന്നുള്ളത്, ഒന്ന്, ഈ പേപ്പറുകൾ നിങ്ങൾ ഫൗണ്ടേഷൻ വിദ്യാർത്ഥികളെ ഡീൽ ചെയ്യുന്നുണ്ട്, ഇന്റർമീഡിയറ്റ് വിദ്യാർത്ഥികളെ ഡീൽ ചെയ്യുന്നുണ്ട്, ഫൈനൽ വിദ്യാർത്ഥികളെ ഡീൽ ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ലോ എന്നുള്ളതാണ്. ഞാൻ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചാണ് താങ്കളോടുള്ള ചോദ്യത്തിലും. ഇതിനകത്ത് ഇപ്പൊ ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത് പോലും നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മെത്തേഡാണ്. ഈ ഇംപ്ലൈഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ചായ കുടിക്കാൻ പോകുന്നു, അവിടെ എന്തെങ്കിലും അഗ്രിമെന്റ് പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ നമ്മളവിടെ, റൈറ്റ്? അപ്പോൾ ഇതിനെ ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് എടുക്കാവുന്ന സബ്ജക്റ്റ് ആണല്ലോ, അല്ലേ? അതെ അതെ. അതായത് ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ അവരുടെ ഡേ ടു ഡേ ലൈഫിൽ തന്നെ ഇപ്പോൾ കോൺട്രാക്റ്റ് എടുക്കുമ്പോൾ ഒരു 10ഓളം കോൺട്രാക്റ്റിലൂടെയാണ് അവരുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. ഇതൊരു കോൺട്രാക്റ്റ് ആണെന്നും ഇത് കോൺട്രാക്റ്റ് ആക്റ്റിൽ പറഞ്ഞിട്ടുണ്ടെന്നും, ഇവിടെ ഇപ്പോൾ ഒരാൾ ബസ്സിൽ കയറി രാവിലെ വീട്ടിൽ പോകുമ്പോൾ, വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ, അതേപോലെ ഒരു പേന വാങ്ങുമ്പോൾ, ഒരു ചായ കുടിക്കുമ്പോൾ, ഇത് ഓരോന്നും ഓരോ കോൺട്രാക്റ്റാണ്. നിങ്ങൾ പറഞ്ഞ പോലത്തെ ഇംപ്ലൈഡ് കോൺട്രാക്റ്റാണ്, റിട്ടേൺ ഒന്നും ആവണമെന്നില്ല. പക്ഷെ അതൊരു ലോ ആണെന്നും അവിടെ നിങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നിയമത്തിന് നിങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിയുമെന്നും ഉള്ള രീതിയിൽ ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നത് കൊണ്ടാണ് എന്താവുന്നത് ലോ ഈസ് ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ ഇത്ര അഗ്രഗണ്യരായ താങ്കളെ പോലെ ആളുകളൊക്കെ ആകുമ്പോൾ കൂടുതലും കുട്ടികൾ കേട്ടിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ വേറൊരു സാധ്യതയിലേക്ക് വരാം. സാർ ഇപ്പോൾ ലോ ആണെന്നുള്ളതുകൊണ്ട് ഞാൻ ആ സൈഡിലേക്ക് പോയത്, എന്തുകൊണ്ടാണ് മറ്റ് ഇൻഡസ്ട്രികളൊക്കെ ലൈക്ക് നമുക്കിപ്പോൾ ആകെ കമ്പയർ ചെയ്യാവുന്ന, ജസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന രൂപത്തിൽ സയൻസ്, അതല്ലെങ്കിൽ കൊമേഴ്സ്, അതല്ലെങ്കിൽ ആർട്സ് എന്ന് പറയുമ്പോൾ ഹ്യൂമാനിറ്റീസ്, അതിലേക്ക് ഊന്നൽ പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ കൊമേഴ്സിന് ഇങ്ങനെ ഒരു പിച്ച് കിട്ടുന്നത്, കൂടുതൽ ഒരു പ്രാധാന്യം കിട്ടുന്നത്? എന്താണ് താങ്കളുടെ അതിലുള്ളൊരു വ്യൂ? ഞാൻ ഈ കുട്ടികൾ കരിയറിനെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ പറയാം, കുട്ടികൾ അവരുടെ അഭിരുചിക്കനുസരിച്ചിട്ട് നിൽക്കണം എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും പറയാം. എന്നാലും ഇന്നത്തെ ലോകം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വേൾഡ് ഓഫ് കൊമേഴ്സ്. എന്താണെങ്കിലും ഇന്ന് സാമ്പത്തികവും വാണിജ്യപരമായ കാര്യങ്ങളിൽ തന്നെയാണ് ലോകം മുഴുവൻ സഞ്ചരിക്കുന്നത്. നമുക്ക് തന്നെ മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയോട് നമ്മൾ ചോദിക്കുകയാണ്, ഇന്ന് ഏറ്റവും മികച്ച സയൻറ്റിസ്റ്റ് ആരാന്ന് ചോദിക്കണം, അല്ലെങ്കിൽ ഒരു മികച്ച സയൻറ്റിസ്റ്റ്, നിലവിലുള്ള സയൻറ്റിസ്റ്റുകളുടെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല കുട്ടിക്ക്. അവന് റീസെൻ്റ്ലി പഠിച്ച പുസ്തകത്തിലുള്ള വല്ലതും കിട്ടിയെങ്കിൽ കിട്ടി. പക്ഷെ ആ കുട്ടീനോട് ചോദിക്കുകയാണ്, ആരാടാ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികൻ എന്ന് ചോദിച്ചാലും കൂളായിട്ട് പറയാം അംബാനി, അദാനി, ടാറ്റ, അങ്ങനെ ലോകത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ചാൽ ചോദിക്കാൻ. എന്തുകൊണ്ട്? നമ്മൾ അത്രത്തോളം കൊമേഴ്സുമായിട്ട് നമ്മൾ ഇൻവോൾവ്ഡ് ആയിട്ട് ഉള്ളൊരു ലോകത്താണ് ഇന്ന് ജീവിക്കുന്നത്. ഓക്കെ, ഇന്ന് കൊമേഴ്സിൻ്റെ ലോകം തന്നെയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം സാഹചര്യം വന്നപ്പോൾ ആ യുദ്ധം എങ്ങനെയാണ് പെട്ടെന്ന് ഇതൊക്കെ പറഞ്ഞത്. ഞാൻ ലോക കാര്യങ്ങളിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കരുത്, അതെല്ലാം പറയാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ട്രംപ് എന്തോ വ്യാവസായികമായിട്ടുള്ള എന്തോ ഒരു ഭീഷണിയിൽ എന്തോ പാകിസ്ഥാനെ വശംവദരാക്കിയത് കൊണ്ട് അവർ പിൻവാങ്ങി എന്നുള്ള രൂപത്തിലാണ്. ഈവൻ ഇറാനും ഇസ്രായേല് വീണ്ടും ഇന്റർനാഷണൽ ആയിട്ട് പോയോ? അല്ല, അവിടെയൊക്കെ ലോകം ഇതിന് സമ്മർദ്ദം ചെലുത്തുന്നത് എന്താണ്? സാമ്പത്തികപരമായിട്ടുള്ള ട്രാൻസാക്ഷനുകൾ, കുറേ ഷിപ്മെൻറ്റുകൾ മുടങ്ങി. അപ്പോൾ അത് ലോകത്തിന് എവിടെ കൊണ്ട് എത്തിക്കുമെന്നുള്ള ഒരു ആശങ്ക തന്നെയാണ്. സോ അത്രത്തോളം ഇന്ന് കൊമേഴ്സിൻ്റെ ലോകമാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇത്തരം കൊമേഴ്സ് സ്റ്റുഡൻസുകൾക്കും കോഴ്സുകൾക്കും ഇവിടെ നല്ല റെലവൻസ് ഉണ്ട്. അതൊരു സമീപ ഭാവിയിലേക്ക് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ചെയ്യൊന്നും വേണ്ട, അത് തീർച്ചയായിട്ടും ഉണ്ട്. അത്തരം സ്കോപ്പ് ഉണ്ട് എന്ന് ജനങ്ങൾക്കറിയാം. അതവർ കോഴ്സുകളെ കുറിച്ചിട്ടുള്ള അവബോധം കൊണ്ടായിരിക്കണം എന്നില്ല, പക്ഷെ അവർക്കറിയാം ഇതാണ് മേഖല, നല്ല കരിയർ ബിൽഡ് ചെയ്യാനും മറ്റും ഇത് തന്നെയാണ് മേഖല എന്നുള്ളത് പലർക്കും അവിടെ ഉള്ളിലുണ്ട്.
അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണത്തിൽ പലപ്പോഴും കുട്ടികളും രക്ഷിതാക്കളൊക്കെ ഇത്തരം കോഴ്സുകളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എത്തിപ്പോകുന്നവരുണ്ട്, റെഫറൻസിലൂടെ എത്തിപ്പോകുന്നവരുണ്ട്, പഠിച്ചിട്ട് എത്തുന്നവരും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പം സാർ പറഞ്ഞു വന്നത് ഈ ആഗോളതലത്തിലെ ഏത് ചലനങ്ങളും കൊമേഴ്സുമായി, വാണിജ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. യുദ്ധം പോലും യുദ്ധമല്ല, അതൊരു വാണിജ്യ പ്രക്രിയയുടെ ഭാഗമാണ്. അങ്ങനെയുണ്ട്. നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ ഈ ആയുധങ്ങളുടെ കച്ചവടങ്ങൾ, അതുപോലെയുള്ള കച്ചവട സാധ്യതകൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ലോകക്രമങ്ങൾ എന്നുള്ളത്. ഓക്കെ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് നമ്മളെ കോഴ്സുകളിലേക്കും കൂടെ വരികയാണ്. ഇപ്പോൾ കൊമേഴ്സ് മേഖലയെ എൻലാർജ് ചെയ്തതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു. ഈ നാട്ടിൽ, കേരളത്തിൽ നമ്മളെ ഈ പഠന മേഖല എടുത്തു നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ഇപ്പോൾ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നതും CA, CMA, SCCA കോഴ്സുകൾക്കും കൂടെ തന്നെയാണ്. അപ്പോൾ അതിനും വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അതിൻ്റെ ഒരു കോഴ്സിൻ്റെ ഒരു സ്ട്രക്ചറിലേക്ക് വരുന്നതിൽ, അതിൻ്റെ ബ്യൂട്ടിയിലേക്ക് വരുന്നതിൽ എന്താണ് അതിലും കൂടെ നിങ്ങളൊരു കാഴ്ച? പല കാരണങ്ങളുണ്ടാവും. എന്നാലും എനിക്ക് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കുട്ടിക്ക് വലിയൊരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും തലപ്പത്തെത്തണം. ഇന്ത്യയിൽ നിന്നിട്ട്, നമ്മുടെ നാട്ടിൽ തന്നെ നിന്നിട്ട് പഠിച്ചിട്ട് എത്തണം എന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച ഒരു പൊസിഷനിൽ അവൻ എത്തണമെങ്കിൽ IIM പോലെയുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങിയാൽ ഓക്കെ, കൺഫേം ആണ്. പക്ഷെ ഒരു വർഷം IIM എത്ര സീറ്റ് ഉണ്ടാവും? ലിമിറ്റഡ് ആണ്. അവിടെ മറ്റു കാര്യങ്ങൾ, സംവിധാനങ്ങളൊക്കെ ഒരുക്കണമെങ്കിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ വേറെ വയ്ക്ക്. ഓക്കെ, എന്നാൽ ഒരു സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥിക്ക് അവൻ്റെ അതുവരെ പഠിച്ചു വന്ന കരിയറിൻ്റെ എക്സലൻസ് ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് അവന് ചിലപ്പോൾ കരിയറിൽ അത്ര ബോധേഡ് അല്ലാത്തതുകൊണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അവൻ പഠിച്ചു വന്നതിൻ്റെ എക്സലൻസ് അവൻ്റെ ഹയർ സ്റ്റഡീസിന് ബ്ലോക്ക് ആകുമ്പോൾ ഇത്തരം കോഴ്സുകൾ ഗവൺമെൻറ് സ്പോൺസേഡായിട്ട് ഇതേ കാറ്റഗറിയിലേക്ക് കുട്ടികളെ എത്തിക്കും. ഇത്തരം കോഴ്സിൻ്റെ അഡ്മിഷനിൽ ബാരിയർ ഇല്ല എന്നുള്ളതാണ്. എത്ര ഒരു 40-50% പാസ്സാവുക, +2 പാസ്സാവുക എന്നുള്ളതാണ്. എന്തിന് CA ആണെങ്കിലും ശരി, CM ആണെങ്കിലും ശരി, CS ആണെങ്കിലും ക്വാളിഫിക്കേഷൻ എന്താണ്? +2 പാസ്സാവുക എന്നുള്ള മാർക്ക്. ഫൗണ്ടേഷൻ എക്സാം എഴുതാനുള്ള മാനദണ്ഡം, എൻട്രി, അതായത് ഫൗണ്ടേഷൻ 3 സ്റ്റേജ് ആണല്ലോ. സോ ഫൗണ്ടേഷനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? +2 പാസ്സാവുക എന്നുള്ളതാണ്. പക്ഷേ കോഴ്സ് ക്വാളിഫൈ ചെയ്താലോ ഇത്തരം എക്സലൻ്റ് ആയിട്ടുള്ള, അത് ഹൈ ടോപ്പ് എന്ന് പറയുന്ന രൂപത്തിൽ തന്നെ ഒരു സ്ഥാപനത്തിൻ്റെ ടോപ്പ് എൻഡിൽ തന്നെ എത്തുന്ന പൊസിഷനിലുള്ള ജോലികൾ നേടാൻ പറ്റും എന്നുള്ളത് നമ്മുടെ സ്റ്റുഡൻസിനെ വെച്ചിട്ട് തന്നെ, നമ്മൾ വെറുതെ ഭംഗിക്ക് വേണ്ടി പറയല്ല, നമ്മളെ സ്റ്റുഡൻസിനെ വെച്ചിട്ട് തന്നെയുള്ള നമ്മുടെ എക്സ്പീരിയൻസ് തെളിയിക്കുന്നത്. നമ്മളെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വിദേശത്തും ഇന്ത്യയിലും മറ്റുമായിട്ട് തന്നെ പല MNCൻ്റെയും കീ പൊസിഷനിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇതിന് അവർക്ക് ക്യാപ്പബിൾ ആക്കിയത് എന്താ? CMA, CA ക്വാളിഫൈഡ് എന്നുള്ള ഒറ്റ റീസൺ ആണ്. അതിന് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ? ഒന്നുമില്ല. ഏത് സാധാരണക്കാരനും +2 പാസ്സായ ഒരു കുട്ടിക്ക് കുറഞ്ഞ പൈസ അവൻ്റെ ഫാമിലിക്ക് ബെയർ ചെയ്യാൻ പറ്റുന്ന എമൗണ്ടേ ഉള്ളൂ. ആ എമൗണ്ട് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഞാൻ നല്ലൊരു തോട്ടാ. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ കൊണ്ടുവരാം. നിങ്ങൾ പറഞ്ഞ IIM പോലത്തെ അല്ലെങ്കിൽ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്നൊക്കെ നമ്മൾ പറയുന്ന പരിവേഷം പോലും ഇതിനില്ല. പിന്നെ അതുപോലെ മറ്റു സ്കൂളുകളിലൊക്കെ നല്ല പേയ്മെന്റ് ആണ്. അത് സാധാരണക്കാരന് ചിലപ്പോൾ ബെയർ ചെയ്യാൻ പോലും പറ്റൂല. പക്ഷെ ഇവിടെ നമുക്ക്, അതായത് ഇപ്പോൾ നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തതിന് അതിൻ്റെ ഒരു എക്സാം നടത്തുന്നതിൻ്റെ ഒക്കെ ടഫ്നെസ്സും കൂടെ ഇതിന് കാരണമാണ്. കാരണം അത്യാവശ്യം ക്യാപ്പബിലിറ്റി ഇല്ലാത്തൊരു കുട്ടി ഇത് ക്വാളിഫൈ ചെയ്യൂല എന്ന് ഇൻഡസ്ട്രിക്ക് അറിയാം. CA, CMA, CS പോലുള്ള കോഴ്സുകൾ അത്യാവശ്യം ക്യാപ്പബിലിറ്റി ഇല്ലാത്ത, അയാൾ ഹാർഡ് വർക്കിംഗ് ആയിരിക്കും. പാസ്സാണെങ്കിൽ നമുക്കറിയാം ഹാർഡ് വർക്കിംഗ് ആയിരിക്കും. അയാൾക്ക് അത്യാവശ്യം IQ ലെവൽ ഉണ്ടായിരിക്കും. ഓക്കെ, അയാൾക്ക് അത്യാവശ്യം നോളജ് ഉണ്ടായിരിക്കും. എൻഷുർ ചെയ്യാൻ പറ്റും ഇത് പാസ്സായ ഒരാളെ. അപ്പം അതുകൊണ്ട് തന്നെ സാധാരണക്കാരന് പോലും പോസിബിൾ ആണ് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പോപ്പുലാരിറ്റിക്ക് പിന്നിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കും. ഓക്കെ, പല കാരണങ്ങളും ഇതിനപ്പുറം ചേർത്ത് വെക്കാവുന്ന പലതും ഉണ്ടാവും. നമ്മളങ്ങനെ പോകുന്നില്ല. നമ്മുടെ കുട്ടികൾ, പ്രത്യേകിച്ച് പുതിയ കാലത്തെ കുട്ടികൾ, എൻ്റെ ഒരു കാഴ്ച ഞാൻ പറയുകയാണ്, നമ്മുടെയൊക്കെ മക്കളിലേക്ക് നോക്കിയാൽ മതി, അക്ഷമരാവുന്ന കുട്ടികളാണ്. ഓക്കെ, പൊതുവെ കൂടുതൽ സമയം ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. ഇത്തരം കുട്ടികൾ ഇനി ഈ കോഴ്സിലേക്ക് വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞു. ഒരു വിദ്യാർത്ഥിയോട്, ഇത് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥിയോട് ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ കോഴ്സും അതിൻ്റെ ക്ഷമ, അതിൻ്റെ കാത്തിരിപ്പ്, എന്താ പറയാനുള്ളത്? ഇവിടെ എനിക്ക് ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് നമ്മൾ അതിൻ്റേതായ മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കും. അതിലേറെ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കുട്ടികൾക്ക് ഒരു പഠിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അതേപോലെ ഒരു സ്റ്റഡി കൾച്ചർ, ഇത്തരം കോഴ്സുകളോടുള്ളൊരു സമീപനത്തിൽ തന്നെ ഒരു
മാറ്റം വരുത്താനുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ +2 വരെ അവൻ എങ്ങനെ വന്നു, ഞങ്ങൾ അക്ഷമരായിട്ടുള്ള, അതായത് ജെൻസി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന കുട്ടികൾ, സോഷ്യൽ മീഡിയയിൽ ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള, പണ്ട് നമ്മളൊക്കെ പറയാം ഒരാളുടെ ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും മറ്റൊക്കെ ഉള്ള ടൈം ഇപ്പോഴത്തെ കുട്ടികൾക്ക് 30 സെക്കൻഡോ അങ്ങനെ എന്തൊക്കെയോ എന്തൊരു പഠനങ്ങളൊക്കെ കാണാം, വളരെ കുറഞ്ഞിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ ഇത്തരം കോഴ്സുകളിലേക്ക് ഇത്തരം കുട്ടികൾ വരുമ്പോൾ, ഇങ്ങനെയുള്ള കുട്ടികൾ വരുമ്പോൾ ആദ്യം ഇപ്പോൾ ICMSൻ്റെ കാര്യത്തിൽ അഡ്മിഷൻ്റെ സമയത്ത് തന്നെ നന്നായിട്ട് കുട്ടികളെ ബോധ്യപ്പെടുത്തിയിട്ടാണ് ഇതെടുക്കുക. പിന്നെ ക്ലാസ്സിൽ വന്നാൽ അധ്യാപകൻ എന്നുള്ള നിലക്ക് നമ്മളും എന്ത് ചെയ്യും, കുട്ടികൾ ഇതുവരെ നിങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളത് വിഷയമല്ല, പക്ഷേ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളൊക്കെ ഇവിടെ പഠിക്കാൻ വരുന്നുണ്ട്, പക്ഷെ പഠിക്കാൻ വരുന്ന നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതിനൊക്കെ പുറമെ, അതായത് കുട്ടി ഈ കോഴ്സിന് ജോയിൻ ചെയ്തത് മുതൽ പഠിക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്, ഒരു കൾച്ചർ, അതായത് വീട്ടിൽ പോയാലും പഠിക്കുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് ബോധേഡാവണം. കളിൻ്റെ ഒക്കെ കൂട്ടത്തിൽ തന്നെ പഠനം തന്നെ ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിലേക്ക് ഒരു സ്റ്റഡിയിങ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ സ്റ്റഡി കൾച്ചർ ബിൽഡ് ചെയ്യാൻ ICMS വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം ക്ലാസ് റൂമുകളിൽ. കാരണം നമ്മൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാത്ത കുട്ടികളില്ല, കാരണം ചെയ്യാതിരിക്കാൻ പറ്റില്ല. ആ രീതിയിലാണ് അവിടുത്തെ സിസ്റ്റം, അവിടുത്തെ മെൻറ്ററിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ICMSനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സ്റ്റുഡൻസ് ഒരു സ്റ്റുഡിയസ് നേച്ചറിലേക്ക് തന്നെ വന്നതായിട്ടാണ് നമ്മളൊരു എക്സ്പീരിയൻസ്. നമുക്കധികം അതിനു വേണ്ടി മല്ലിക്കെട്ടേണ്ട മെനക്കെടേണ്ട ഒരവസ്ഥ, നമ്മളെ ക്ലാസ് ഡെലിവർ ചെയ്യുന്നതിൽ ശ്രദ്ധിച്ചാൽ തന്നെ കുട്ടികൾ അത് ഈസി ഗോയിങ് ആണ്. അപ്പോൾ സാറ് പറഞ്ഞു വന്നത് കുട്ടികൾക്ക് ഒരു സ്റ്റഡി ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ സ്റ്റഡി കൾച്ചർ, +2 വരെ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഒരു സ്റ്റഡി ആറ്റിറ്റ്യൂഡും സ്റ്റഡി കൾച്ചറും ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്. ഓക്കെ, വേറൊരു പോയിന്റിലേക്ക് ഞാൻ പോവുകയാണ്. ഈ CA, CMA, CS കോഴ്സുകൾ എൻ്റർ ചെയ്യുന്ന ആളുകൾ താരതമ്യേന കൂടുതലും, പക്ഷെ അത് എക്സിറ്റ് ചെയ്യുന്ന ആളുകൾ കുറവും എന്നുള്ളൊരു അഭിപ്രായം വന്നാൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചും കൂടെ എന്താണ് പറയാനുള്ളത്? എൻ്റർ ചെയ്യുന്ന ആളുകൾ കൂടുതലും എക്സിറ്റ് ആവുന്ന ആളുകൾ കുറവും, അതൊരു സത്യമാണ്. പക്ഷെ അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, CA, CMA ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞാൽ തന്നെ ഇതൊരു സെമി ക്വാളിഫിക്കേഷനാണ്. സാധാരണ ഒരു കോഴ്സ് പകുതി ചെയ്താൽ അയാളെ നമ്മൾ എന്ത് ചെയ്യാറില്ല, ആ കോഴ്സിൻ്റെ ഒരു പകുതി ഗുണം നേടി എന്ന് പറയാറില്ല, ഡ്രോപ്പ് ഔട്ട് എന്നാ പറയാം. ഇവിടെ ഫൗണ്ടേഷൻ കഴിഞ്ഞ് ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞ് പിന്നെ ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞ് പിന്നെ ഫൈനലും കഴിയുമ്പോഴാണ് ആക്ച്വലി അയാളൊരു അഫിലിയേറ്റ് ആവുന്നത്, ക്വാളിഫൈഡ് പ്രൊഫഷണൽ ആവുന്നത്. പക്ഷേ ഇത്തരം കോഴ്സുകളുടെ CA, CMA, CS ഇത്തരം കോഴ്സുകളുടെ പ്രത്യേകത ഇൻ്റർമീഡിയറ്റ് എന്നുള്ളത് തന്നെ ഒരു ക്വാളിഫിക്കേഷനാണ്. ഇപ്പോൾ നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ വാട്ട് ആർ ദ ജോബ്സ് അവൈലബിൾ ഫോർ CA ഇൻ്റർ, CMA ഇൻ്റർ, CS ഇൻ്റർ എന്ന് ചോദിച്ചാൽ തന്നെ ഇഷ്ടം പോലെ ജോലികൾ കാണാം, നല്ല പാക്കേജുകളിലുള്ള. ഓക്കെ, ഫൈനലിലാണെങ്കിൽ അതിൽ എക്സലൻ്റ് ആയിട്ടുള്ള ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ പലപ്പോഴും ഇൻ്റർമീഡിയറ്റ് ക്വാളിഫൈ ചെയ്ത ആളുകൾ പിന്നീട് ആ ജോലി അങ്ങനെ പോയിട്ട് ഫൈനൽ ക്വാളിഫൈ ചെയ്യാതെ അവിടെ ഒരു എക്സിറ്റ് ബാരിയർ അവിടെ വന്നു, കുറേ ആളുകൾ അങ്ങനെ സെറ്റിലായിട്ട് പോയി. പിന്നെ പലരും ഈ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് PG ഒക്കെ കഴിഞ്ഞ് ജോലിയിലൊക്കെ കയറി കുറച്ച് കഴിയുമ്പോഴാണ് കുറച്ചും കൂടി ഹയർ സ്റ്റഡീസ് വേണമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ക്വാളിഫിക്കേഷൻ വേണമായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു അഡീഷണൽ എന്നുള്ള രീതിയിൽ CMA രജിസ്റ്റർ ചെയ്തിടും. അപ്പോൾ ഈ രജിസ്റ്റർ ചെയ്തിടുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ട് സ്വന്തം പഠിക്കാം എന്നൊക്കെയുള്ളൊരു അവസ്ഥയാണ്. ഓക്കെ, അങ്ങനെ സ്വന്തം പഠിച്ചിട്ട് പാസ്സായ ആളുകളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പലപ്പോഴും ഇതിൻ്റെ എല്ലാവർക്കും അറിയാം എക്സാം ടഫാണ്, സിലബസ് ടഫാണ്. അപ്പോൾ അവിടെ ഒരു കോച്ചിങ്ങും കൂടി ഇല്ലാതെ ജോലിൻ്റെ ഇടയിൽ ഇത് പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന അത്തരം ഡ്രോപ്പ് ഔട്ടുകൾ നമ്മൾ ഇതിൽ ആഡ് ചെയ്യണം. സോ ഇങ്ങനെ റെഗുലറായിട്ട് പോയിട്ട് അങ്ങനെ ഡ്രോപ്പ് ഔട്ടുകൾ അങ്ങനെ നമ്മൾ ഈ ഇൻഡസ്ട്രി ആവറേജിനെ വെച്ച് നോക്കുമ്പോൾ കുറവ് തന്നെ ആയിരിക്കും. അത്യാവശ്യം നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ നല്ലൊരു കോച്ചിങ് കൊണ്ടുവന്നുണ്ടെങ്കിൽ ഫുൾ ക്വാളിഫൈഡ് ആളുകൾ കുറവൊന്നും ഉണ്ടാവില്ല. മുഷീഫ് സാർ, ഈ 10 വർഷത്തെ അനുഭവം തോന്നുന്നു, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം എനിക്ക് തിരുത്തേണ്ടതുണ്ട് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ
ക്വാളിഫൈഡ് എന്നുള്ള രൂപത്തിലേക്ക് വർക്ക് ചെയ്യുന്ന ഒരു സിനാരിയോണ് CA-CMA ഉള്ളത്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം എൻട്രി കൂടുതൽ എക്സിറ്റ് കുറവെന്ന് പറയാൻ പറ്റില്ല. ഒരു 60% അബവ് 60%-അപ്പുറം CA-CMA പഠിക്കുന്നവർ അതിൽ തന്നെ തുടരുന്നുണ്ട് എന്നും കൂടെ മനസ്സിലാക്കണം. അതിപ്പോ ഉദാഹരണമായിട്ട് എന്നെ തന്നെ പിടിക്കാം. ഓക്കെ, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. LLB മാത്രമല്ല, ഞാൻ CMA ഇന്റർ ക്വാളിഫൈഡ് ആണ്. അപ്പൊ എക്സിറ്റിൽ ഞാനില്ല. അതെ അതെ അതെ, പക്ഷെ ഇതിന്റെ രുചി ഫ്രൂട്ട് ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓക്കെ സാർ, അങ്ങനെയാണെങ്കിൽ അതൊന്ന് പറഞ്ഞു തുടങ്ങാം, എവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. എങ്ങനെയാണ് ഈ കൊമേഴ്സിലേക്കുള്ള കടന്നുവരവ്, എങ്ങനെ ഇന്റർ വരെ എത്തുകയും പിന്നെ ലോയിലേക്ക് പോവുകയും അങ്ങനെ വീണ്ടും ഫാക്കൾട്ടി ആയിട്ട് തുടരുന്നത്, എന്താണ് അതിന്റെ ഒരു തുടക്കം? മൊത്തത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ CMAയിലേക്ക് എത്തിയത് മാത്രം നമ്മളെ സബ്ജക്റ്റും കാര്യങ്ങളും അതുതന്നെ ആയതുകൊണ്ട് പറയാം. ആക്ച്വലി ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടാണ്. +2 ഞാൻ സയൻസാണ്. SLCക്ക് നല്ല മാർക്ക് ഉണ്ടായതുകൊണ്ട് +2 സയൻസിന് അഡ്മിഷൻ കിട്ടി. +2 ജോയിൻ ചെയ്തു. പിന്നീട് എൻ്റെ ഒരു SLC വരെയുള്ളത് ഒരു സ്റ്റുഡിയസ് നാച്ചർ തന്നെയായിരുന്നു. അത്യാവശ്യം പഠിച്ചിരുന്നു. സയൻസ് +2 സയൻസിലെത്തിയതിന് ശേഷം കുറച്ച് ഉഴപ്പി. പിന്നെ ഞാൻ വിചാരിച്ച് അന്നൊന്നും എനിക്കങ്ങനെ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വലിയ ചിന്ത ആ ലെവലിലൊന്നും ഇല്ല, ആർക്കും ഇല്ല പ്രത്യേകിച്ച്. അപ്പോൾ ഞാൻ പിന്നെ സയൻസ് വേണ്ട, പിന്നെ അവിടുന്ന് ഏതെങ്കിലും BSc ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെയുള്ളതൊക്കെ, എനിക്ക് മാത്സ് മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ മാത്സിൽ എക്സൽ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ലെവലിലേക്കൊക്കെ പോകണം. അപ്പോൾ അത്തരം കോസ്റ്റ് ബെയർ ചെയ്യാനുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, അപ്പോൾ പിന്നെ ഫിസിക്സ് അങ്ങനെയുള്ളതൊന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. സോ ഞാൻ കൊമേഴ്സിലേക്ക് മാറാൻ തീരുമാനിച്ചു. BComന് അഡ്മിഷൻ എടുത്തു. +2 സയൻസ് കഴിഞ്ഞിട്ട് BComന് അഡ്മിഷൻ എടുത്തു. BComന് അഡ്മിഷൻ എടുത്തതിന് ശേഷം അപ്പോൾ BCom +2 കൊമേഴ്സ് അല്ലാത്തതുകൊണ്ട് നല്ല ടഫാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ +2 ഈ ഓർഗാനിക് കെമിസ്ട്രിയും പിന്നെ ഈ മാത്സിലെ ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷൻ്റെ ഒക്കെ ടഫ്നെസ് നോക്കുമ്പോൾ കൊമേഴ്സ് ഒരു വിഷയമല്ല. കാരണം അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ്, വൈഡ് കണ്ടന്റ് ആണ്. അതൊരു സയൻസ് വിദ്യാർത്ഥിക്കും കൂടെ ഉള്ള ഒരു മെസ്സേജ് ആണ് അത്. ഡെഫിനറ്റ്ലി. പിന്നെ ഏതായാലും പിന്നെ ഞാൻ BCom ഫിനിഷ് ചെയ്യാണ്. BCom ഫിനിഷ് ചെയ്തു. ഫിനിഷ് ചെയ്തപ്പോൾ ഇനിയിപ്പോൾ കൊമേഴ്സിലാണല്ലോ എനിക്ക് എക്സൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഏറ്റവും മികച്ച കോഴ്സ് ഏതാണെന്നാണ് ഞാൻ നോക്കുന്നത്. ഏറ്റവും മികച്ച കോഴ്സ് ഏതാണെന്ന് നോക്കുമ്പോൾ CA CMA CS. അപ്പോഴേക്കും ഞാൻ എൻ്റെ ഒരു 20 years കവർ ചെയ്തു. അപ്പോൾ CA മേഖലകളിൽ ചെല്ലുമ്പോൾ ഇൻട്രും പിന്നെ 4 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പ് പിന്നെ ഫൈനൽ എന്നൊക്കെ ഉള്ളത് നോക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി സമയം വേണം. അപ്പോൾ CMA ആണെങ്കിൽ അപ്പോൾ ആ സമയത്ത് ഫൈനൽ കഴിഞ്ഞിട്ട് ട്രെയിനിങ് മതി, ഇൻ്റർ കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ചെയ്യാം. അപ്പോൾ ഞാനൊരു ഈസി ഗോയിങ് എന്നുള്ള ആൾക്ക് CMA ചൂസ് ചെയ്യുന്നു. CMA ടഫ് തന്നെയാണ്, വിചാരിച്ചപ്പോൾ അങ്ങനെ നമുക്ക് ടച്ച് ഇല്ലാത്ത സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്. പക്ഷെ അത്യാവശ്യം വർക്കൗട്ട് ചെയ്തു. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിച്ചു. ഇൻ്റർമീഡിയറ്റ് ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായി. പിന്നെ യാദൃശ്ചികമായിട്ട് ഫൈനലിൽ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു. ഫൈനൽ ക്വാളിഫൈ ചെയ്യുന്നതിന് യാദൃശ്ചികമായിട്ട് ഒരു ഗ്യാപ്പിൽ ടീച്ചിങ് മേഖലയിൽ എത്തപ്പെട്ടു. ആദ്യം ഒരു കോളേജുകളിൽ എൻ്റെ സുഹൃത്തുനിന്ന് എന്ന കോളേജുകളിൽ ജോയിൻ ചെയ്തു. ടീച്ചിങ് ഇഷ്ടമായിരുന്നു, പണ്ടേ ഇഷ്ടമായിരുന്നു, താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ടീച്ചിങ്ങിലെത്തി. പിന്നെ ICMSൽ ലോ പേപ്പറിന് ഞാൻ ഒരു വേക്കൻസി വന്നപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തു. പിന്നെ ലോ പേപ്പറും ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇൻ്റർമീഡിയറ്റിലെ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്നുള്ള അതിലൊരു ഭാഗം കൂടി ഞാൻ ഡീൽ ചെയ്യുന്നുണ്ട്. ഒരു 7 വർഷമായിട്ടിപ്പോൾ ICMSലുണ്ട്. അതിന് ഇടയിലോ അതിനപ്പുറമാണ് അഡ്വക്കേറ്റ് എന്നുള്ള പേരും കൂടെ നേടിയെടുത്തിട്ടുള്ളത്. അത് ഇതിനു വേണ്ടി പഠിച്ചായിരുന്നു. എന്തിനാ അഡ്വക്കേറ്റ് ആവാൻ പഠിച്ചത്? ശരിക്കും നാട്ടിലെ വലിയ കച്ചറകൾക്ക് വേണ്ടി ഇടപെടുക എന്നുള്ള സാധാരണ ചിന്തയാണോ, അതല്ലെങ്കിൽ ഈ ഒരു നിങ്ങൾ എടുക്കുന്ന ലോ പേപ്പറുകൾ ഉണ്ടല്ലോ അതിലേക്ക് സ്യൂട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും? എന്തായിരുന്നു അങ്ങനെ? ലോ ഗ്രാജുവേറ്റ് ആവല് തികച്ചും യാദൃശ്ചികമായിട്ട് സംഭവിച്ചാണ്. താല്പര്യമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോ പേപ്പേഴ്സ് എനിക്കിഷ്ടമാണ്. ലോ പഠിക്കണം എന്ന് നല്ല താല്പര്യമുണ്ട്. പക്ഷെ ഇനി ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചാണ്. കാരണം ഞാൻ ടീച്ചിങ്ങിലും മറ്റൊക്കെ ആയിട്ട് ബിസിയാണ്. പക്ഷേ ഒരു കോളേജിൽ, റെഗുലറായിട്ടുള്ള കോളേജിൽ സീറ്റ് ഒഴിവുണ്ട്. ആ ഒഴിവിൽ അഡ്മിഷന് കിട്ടുമെന്ന് അന്വേഷിച്ചു. അഡ്മിഷൻ കിട്ടി. ഈ ക്ലാസ്സിൻ്റെ ഇടയിൽ കൂടെയൊക്കെ രണ്ടും കൂടെ ഒപ്പിച്ച് അങ്ങനെ അറ്റൻഡൻസൊക്കെ ഫുള്ളാക്കി എക്സാം എഴുതി പാസ്സായി ക്വാളിഫൈ ചെയ്തു. ഇപ്പോഴും പ്രാക്ടീസ് മേഖലയിലേക്ക് തിരിഞ്ഞിട്ടില്ല. ICMSൽ തന്നെ ടീച്ചിങ്ങിലെമ്പാടും ബിസിയാണ്. അതുകൊണ്ട് പിന്നെ ഇതിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ലോ ഗ്രാജുവേറ്റ് ആണ് എന്നുള്ളൊരു അഭിമാനം ഇപ്പോഴും ഉണ്ട്. പിന്നെ നമ്മൾ സബ്ജക്റ്റും ലോ ആവുമ്പോൾ അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയി. ഈ ലോ വിഷയങ്ങളിലുള്ള നമ്മളൊരു
ഡെപ്തും വൈഡ്നെസ്സും കുറച്ചും കൂടി കൂടി അതൊരു കോൺഫിഡൻസ് ആയി ഇപ്പോഴും ടീച്ചിങ്ങിൽ. കൺഗ്രാറ്റ്സ്. ഈ ഒരു അഡ്വക്കേറ്റ് എന്നുള്ളതിലേക്കാണ് ഞാൻ താങ്കളെ ഇടയ്ക്ക് ട്വിസ്റ്റ് ചെയ്യാവുന്ന രൂപത്തിലുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നത്. താങ്കൾ പ്രതികരിക്കുന്നത് കാണുന്നില്ല. ഏതായിരുന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ വെറുതെ ചോദിച്ചല്ല, സാധാരണ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുള്ള ആളുകൾ പേരിനൊപ്പം ചേർത്ത് വെക്കുന്നതാണ് അഡ്വക്കേറ്റ്സ് എന്നുള്ളത്. പക്ഷെ താങ്കൾ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം സ്പെസിഫിക്കായി ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അഗെയിൻ കമ്മിങ് ടു അവർ പാർട്ട്, CA-CMAയിലേക്ക് വരുമ്പോൾ രക്ഷിതാക്കൾ, ഇതിലേക്ക് വരുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ അവരെന്തറിഞ്ഞിട്ടായിരിക്കണം ഈ കോഴ്സിന് തൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ വിടേണ്ടത്? അതല്ലെങ്കിൽ അവരെ പാർട്ടിൽ നിന്ന് കൊടുക്കേണ്ട സപ്പോർട്ട് ഏത് സൈഡിലായിരിക്കണം? അതൊരു ഫൈനാൻഷ്യൽ സൈഡിലായിരിക്കണോ, അതല്ലെങ്കിൽ അവരെ ത്രൂ ഔട്ട് ജേണി ഇങ്ങനെ പോകുമ്പോൾ എവിടെയൊക്കെ അവരുടെ ഇമ്പോർട്ടൻസും ഹെൽപ്പും വേണം രക്ഷിതാക്കൾ? ഫിനാൻഷ്യൽ സൈഡ് എന്തായാലും വേണം, നോ ഡൗട്ട്, ഓഫ് കോഴ്സ്. ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്തായാലും വേണം. കാരണം നല്ലൊരു കോച്ചിങ് സെൻറ്ററിൽ ചേർന്നിട്ട് കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കണമെങ്കിൽ, കുട്ടികൾക്ക് രജിസ്ട്രേഷൻ നടക്കണമെങ്കിൽ +2 കഴിഞ്ഞൊക്കെ വരുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും അതിനുള്ള സാഹചര്യം ഉണ്ടാവില്ല. രക്ഷിതാക്കൾ ആദ്യം നോക്കേണ്ട കാര്യം, ഇത് ആ കുട്ടി സെൽഫ് ഇൻട്രസ്റ്റഡ് ആയിട്ടാണോ ജോയിൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കുക. എന്നിട്ട് വേണം സപ്പോർട്ട് ചെയ്യാൻ. ഫിനാൻഷ്യലാണെങ്കിലും അതല്ലാതെ ആണെങ്കിലും എന്നിട്ട് വേണം സപ്പോർട്ട് ചെയ്യാനും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കുട്ടി ചെറുപ്പം തൊട്ടേ CMAക്കാരനാവണമെന്ന് ആരും ചിന്തിക്കില്ല. എന്നിരുന്നാലും +2 കഴിഞ്ഞതിന് ശേഷം അവന് സ്വന്തം കരിയറിനെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ ആലോചിക്കുമല്ലോ സ്വാഭാവികമായിട്ടും, നമ്മളൊക്കെ പഠിച്ചിരുന്ന +2 കഴിഞ്ഞാൽ എന്താവണം. അപ്പോൾ ആ സമയത്ത് എന്തായാലും കുട്ടി ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇത്തരം കോഴ്സുകളെ കുറിച്ചിട്ടും അറിയാൻ സാധ്യതയുണ്ട്. സോ അവന് ഇൻട്രസ്റ്റഡ് ആണ്. അതായത് പാരൻസ് അപ്പുറത്തെ വീട്ടിൽ കുട്ടി പോകുന്നുണ്ട് അപ്പോൾ ഞാൻ പോയിക്കോ എന്ന് പറഞ്ഞ് തള്ളിവിടാതെ സെൽഫ് ഇൻട്രസ്റ്റഡ് ആണെന്നോ എൻഷുർ ചെയ്യുക. എന്നിട്ട് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അന്വേഷിക്കുക, ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുക. ദെൻ അടുത്താണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അവന് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. അതായത് ഇനി വരുന്ന സമയത്തേക്ക് അവന് ക്വാളിഫൈ ചെയ്യുന്നത് വരെ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. കാരണം അത്യാവശ്യം പഠിക്കാനുണ്ട്. വീട്ടിലാണെങ്കിൽ അത്തരം അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കണം. പിന്നെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുള്ള പഠിത്തം എന്നതിൽ നിന്നൊന്ന് മാറ്റിയിട്ട് പഠിത്തം ഏറ്റവും വലിയ കാര്യം, അതിന് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ആ രീതിയിൽ കുട്ടിക്കും കൂടെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ എനിക്ക് തോന്നുന്ന അത്യാവശ്യം ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കും. കാരണം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള അങ്ങനെ ചില പാരൻസൊക്കെ പാരൻസ് മീറ്റിങ്ങിലൊക്കെ വരുന്ന സമയത്ത് അവരെന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ മോനെ പഠിക്കാൻ തന്നെ ഒഴിവുള്ളൂ, കല്യാണത്തിനൊന്നും പോരലില്ല, ഓക്കെ അങ്ങനെയൊക്കെ പറഞ്ഞേക്കാം. സോ അതിനെ കൂടെ നിന്ന് കൊടുത്താൽ മതി അവർ, ബാക്കി അവർ പഠിച്ചോളാം. അവർക്ക് വേണ്ട കാര്യങ്ങൾ ICMS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പഠിക്കാനുള്ള. ഓക്കെ സാർ, ഞാൻ അതിനെ ചോദിച്ചതിൻ്റെ ഒരു വ്യക്തത നിങ്ങളുടെ നിന്ന് കിട്ടേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നത്, ഈ പരാജയങ്ങൾ, ലൈക്ക് ഈ മക്കളാരും 12 വരെ ജീവിതത്തിൽ പോലും തോൽവി അറിഞ്ഞിട്ടുണ്ടാവില്ല. ആദ്യമായിട്ട് ഫൗണ്ടേഷനിലോ, ഇനി ICMSന്റെ കേസിൽ ഫൗണ്ടേഷൻ എല്ലാവരും പാസ്സായി, അങ്ങനത്തെ ഹിസ്റ്ററി നമുക്ക് ഉണ്ട്. ഓക്കെ, കേരളത്തിലൊക്കെ ആദ്യമായിട്ട് അങ്ങനെ, അത് അവിടെ നിൽക്കട്ടെ. ഇന്ററിലേക്ക് പോയിട്ട് അവിടെയെങ്കിലും ആദ്യമായിട്ട് ജീവിതത്തിൽ പരാജയം നേരിടുകയാണ്. ഈ സമയത്തെ രക്ഷിതാക്കൾ എങ്ങനെ ആയിരിക്കണം? ഈ കോഴ്സും അതും രക്ഷിതാക്കളും പഠിച്ചിരിക്കണ്ടേ? അതെ, അത് ഇപ്പോൾ ICMSൽ വരുന്ന പാരൻസിനോടൊക്കെ നമ്മൾ എക്സാമിന് മുമ്പ് പാരൻസ് മീറ്റിംഗ് വെക്കും. പാരൻസ് മീറ്റിംഗ് നമ്മൾ വ്യക്തമായിട്ട് പറയാറുണ്ട്, CMA പോലെയുള്ള കോഴ്സുകൾ ടഫാണ്, കുട്ടികൾ ഒരു ഈസി ഗോയിങ് അല്ല. എന്നാലും ICMSൽ പഠിക്കുന്ന ഒരു കുട്ടികൾക്ക് ഫൗണ്ടേഷൻ ആണെങ്കിൽ 95+ റിസൾട്ട് ഉണ്ടാവാറുണ്ട്. ഇൻ്റർ ആണെങ്കിൽ ഒരു 40% റിസൾട്ട് ഉണ്ടാവാറുണ്ട്. പിന്നെ ICMSൽ 2 വർഷം മുമ്പത്തെ ഒരു റിസൾട്ടിൽ 100% ആയിരുന്നു, 240. ഓക്കെ, അപ്പോൾ പക്ഷേ ഇൻ്ററിലേക്കും ഫൈനലിലേക്ക് കിടക്കുമ്പോൾ കുറച്ചും കൂടി ഡൗൺ ആവും റിസൾട്ട്. കാരണം ഓൾ ഇന്ത്യ ലെവലിൽ വരുമ്പോൾ നിയർ ടു 10-15 ആ റേഞ്ചിലാണ് പാസിംഗ് പെർസെൻറ്റേജ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ബോധ്യം നമ്മൾ പാരൻസിന് കൊടുക്കും. അപ്പോൾ പാരൻസ് അത് റിയലൈസ് ചെയ്യാം. ഒറ്റയടിക്ക് പാസ്സാവാത്ത സിറ്റുവേഷൻ ഒന്നുമില്ല, പാസ്സാവുന്നവരുണ്ട്, നമുക്കൊന്ന് ഇഷ്ടം പോലെ കുട്ടികളുണ്ട്. പക്ഷെ അതല്ലാത്ത കുട്ടികൾ അടുത്തൊരു ചാൻസും ഇനിയും ചാൻസ് ഉണ്ട്. കാരണം CMA വൺസ് രജിസ്റ്റേർഡ് ആണെങ്കിൽ അവന് 7 വർഷം വാലിഡിറ്റി ഉണ്ട്. എന്തുകൊണ്ടാണ് 7 വർഷം വാലിഡിറ്റി കൊടുക്കുന്നത്? കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിന് അറിയാം, അല്ലെങ്കിൽ 7 വർഷം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അത് 7 വർഷത്തിനുള്ളിൽ വരുന്ന ഈ 2 ടേമിൽ വരുന്ന എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് പാസ്സായാൽ മതി. ഓക്കെ, സോ അത്രയും സമയമുണ്ട്. 1 ടൈം രജിസ്ട്രേഷൻ വാലിഡിറ്റി, ഒറ്റ തവണ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 7 വർഷം. സോ അതിനിടയിൽ പാസ്സാവും. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും അഥവാ തോറ്റുപോയാൽ അവരെ സപ്പോർട്ട് ചെയ്യാം, പാരൻസ്.
ഒരു റോൾ. അടുത്ത ഈ ചാൻസ് അല്ലെങ്കിൽ അടുത്ത ചാൻസ് അവർ പാസ്സാവും. സർ, ഞാൻ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സൈഡിലേക്ക് എന്ന് വെച്ചാൽ ഓപ്പർച്യൂണിറ്റി സൈഡിലേക്ക്. സാർ തുടക്കത്തിൽ പറഞ്ഞു കൊമേഴ്സിൻ്റെ ഒരു സാധ്യതകളെ കുറിച്ച് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഔട്ട് ഫ്രെയിം താങ്കൾ പറഞ്ഞു, ഇന്നതുകൊണ്ട് ലോകം കൊമേഴ്സിലാണ് എന്ന് പറഞ്ഞു. പക്ഷേ സ്പെസിഫിക് ഇൻറ്റു ഈ കുട്ടികളൊക്കെ ഏത് ജോബ് റോളുകളിലേക്കൊക്കെയാണ് പോകുന്നത് എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, നാഷണലിയും ഇൻ്റർനാഷണലിയും ഇതിൻ്റെയും തമ്മിലുള്ള മാറ്റങ്ങൾ എന്താണ്? ഒരു ഓപ്പർച്യൂണിറ്റി സൈഡിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു കൊമേഴ്സ് ബേസ് ചെയ്തിട്ട് പറയുമ്പോൾ ഒരു MNC ആയിട്ടുള്ള കമ്പനി, ആ കമ്പനിയുടെ ഒരു ഫിനാൻസ് മാനേജർ, അക്കൗണ്ട്സ് മാനേജർ, സീനിയർ അക്കൗണ്ടൻറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കീ പൊസിഷനുകളിലേക്ക് അവർക്ക് എന്താ വേണ്ടത്? നന്നായിട്ട് അക്കൗണ്ടിങ് അറിയണം, നന്നായിട്ട് ടാക്സേഷൻ അറിയണം, നന്നായിട്ട് ലോ അറിയണം. ഈ സബ്ജക്റ്റുകളെ കൊണ്ട് തന്നെ ഡിസൈൻഡ് ആണ് എന്ത് CA CMA പോലെയുള്ള. സോ ഇത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെന്ന് പറയുമ്പോൾ ഇത് ഇത്തരം ജോബുകളിൽ വലിയ വലിയ ബിസിനസ് സ്കൂളുകളിൽ വന്ന ആളുകളുടെ എണ്ണം ലിമിറ്റഡ് ആണെന്ന് നേരത്തെ പറഞ്ഞു. അവരുടെ എക്സ്പെക്റ്റേഷനും വളരെ കൂടുതലായിരിക്കും. പക്ഷേ ഇത്തരം കുട്ടികൾ അവിടെ ആപ്റ്റാണ്. സോ എല്ലാ കമ്പനികളിലും ഇപ്പോൾ നമ്മൾ ദുബായിലൊക്കെ പോയിട്ടുള്ള 70ഓളം നമ്മൾ ഒരുമിച്ച് പോയത്. അതെ അതെ അതെ. അപ്പോൾ നമ്മൾ കുട്ടികളെ കാണാൻ വേണ്ടി പോയി. അവിടെ 70ഓളം കുട്ടികൾ നല്ല കമ്പനികളിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കോൺഫിഡൻസ്. ഓക്കെ ഓക്കെ. സി, ഇതിനകത്ത് ഒന്നും കൂടെ ഞാൻ ഡീറ്റെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് കൂടെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം, സമയം അങ്ങനെ ഒത്തിരി പോവുകയാണ്. ഫൈനാൻസ് അറിയുന്നൊരു കുട്ടിക്ക് ഏത് കമ്പനിയുടെയും ടോപ്പിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെയും കൂടെ ഒക്കെ കണ്ട് പരിചരിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ശരിയാണ്? ഫൈനാൻസ് ആണ് എല്ലാം കമ്പനിയുടെ, ഏത് ഹൈ പൊസിഷനിലേക്കും പോകാം. അതായത് നേരത്തെ ടെക്നിക്കൽ സംവിധാനങ്ങളോടെ പോയി കഴിഞ്ഞാൽ എത്താവുന്നതിനൊരു ലിമിറ്റ് ഉണ്ടായിരുന്നു. ചില ഘട്ടത്തിലൊക്കെ അവർക്ക് ഹയർ റോൾസ് പോയിരുന്നെങ്കിലും ഇപ്പോൾ ലോകത്ത് മിക്ക കമ്പനികളുടെയും ഫൈനാൻസ് നന്നായിട്ട് അറിയോ, നല്ല പൊസിഷൻ ഉണ്ട്. ശരിയാണോ? ശരിയാണ്. അത് ഞാൻ ഒറ്റൊരു ടേം കൊണ്ട് തന്നെ പറഞ്ഞിട്ട് ആ ടോപ്പിക്ക് അവസാനിപ്പിക്കാം. അതായത് നമ്മൾ പറയുന്ന ഫിനാൻസ് ഈസ് ബ്ലഡ് ഓഫ് ബിസിനസ്. റൈറ്റ്, എക്സാക്ട്ലി. ഫിനാൻസ് ഈസ് ബ്ലഡ് ഓഫ് ബിസിനസ്. അതായത് ഇതിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് എന്ത്? ഫിനാൻസ് എന്ന് പറയുന്നത്, മണി മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. സോ അത് ഈ കോഴ്സുകളിൽ എത്രത്തോളം അതിൻ്റെ അക്കൗണ്ടിങ് തൊട്ട് അതിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പേഴ്സ് ഉണ്ട്, പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പേഴ്സ് ഉണ്ട്, കോസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പേഴ്സ് ഉണ്ട്. ഇത്തരം പേപ്പേഴ്സിലെ കുട്ടികൾക്ക് അതിൻ്റെ ടെക്നിക്സും കാര്യങ്ങളും സിലബസിൻ്റെ ഭാഗമായിട്ട് തന്നെ നന്നായിട്ട് പഠിക്കാനും പ്രോബ്ലം വെച്ചിട്ട് ചെയ്യാനും തിയറിറ്റിക്കലായിട്ടുള്ള ആസ്പെക്റ്റും ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ഇത്തരം മേഖലകളിൽ നമ്മുടെ കുട്ടികൾ വളരെ ആപ്റ്റാണെന്നുള്ളത് ധൈര്യമായിട്ട് പറയാൻ പറ്റും. ഓക്കെ, അവസാനിപ്പിക്കണം. ഒരു ചോദ്യം കൂടെ താങ്കളോട് ചോദിക്കാം. 10 വർഷം എന്ന് പറയുന്ന ചില്ലറ കാര്യങ്ങളൊന്നുമല്ലല്ലോ. താങ്കളുടെ അനുഭവത്തിൽ വിദ്യാർത്ഥികൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ എങ്ങനെ നോക്കി കാണണം, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എങ്ങനെ ആയിരിക്കണം? CA CMA പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എങ്ങനെ ആയിരിക്കണം? താങ്കളുടെ ഒരു അധ്യാപകൻ എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂന്ന് എങ്ങനെ ആയിരിക്കണം? എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ റോള്? വിദ്യാർത്ഥികൾ എങ്ങനെ അതിനെ നോക്കി കാണണം? അവിടെ ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം ഒരു സാധാരണ ഡിഗ്രി കോളേജിലാണ് പഠിപ്പിച്ചിരുന്നത്. എനിക്ക് പിന്നീട് ഞാൻ മെല്ലെ മെല്ലെ അവിടെ നിന്നുള്ള ഡേറ്റ്സുകൾ കമ്മിയാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ചേർന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ പഠിപ്പിക്കാൻ, ഇവിടെ പഠിപ്പിക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കുട്ടികളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഞാൻ നേരത്തെ പറഞ്ഞതിന് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ആ രീതിയിലേക്ക് നമ്മൾ മോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഓരോ കുട്ടിയും ക്ലാസ്സിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ക്ലാസ് എടുക്കാൻ തന്നെ നമുക്ക് എന്താണ് ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ ആ രീതിയിൽ നല്ല കോച്ചിങ് വിത്ത് കമ്മിറ്റ്മെൻറ്റോട് കൂടി നൽകുന്ന സ്ഥാപനങ്ങൾ ചൂസ് ചെയ്യാം സെലക്ട് ചെയ്യുമ്പോൾ. അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അങ്ങനെയാണെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫ്ലോനോടൊപ്പം കുട്ടികളങ്ങ് പോയി കൊടുത്താൽ മതി. ഭയങ്കര രസമായിരിക്കും. സാർ പറഞ്ഞപ്പോൾ ഞാൻ ഫീൽ ചെയ്തേ, അതായത് ഒരു 60 കുട്ടികൾ ഇരിക്കുന്ന ഒരു ക്ലാസ് റൂമിൽ 60 പേർക്കും നല്ല ത്രസിപ്പിക്കുന്ന ഡ്രീമുള്ള ഒരു കുട്ടികളെ മുമ്പിൽ ഒരു അധ്യാപകന് ക്ലാസ് എടുക്കുക ഭയങ്കര രസകരമായിരിക്കും അല്ലേ? ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ നാട്ടിലൊക്കെ പോയിട്ട് കൂട്ടുകാരുടെ കൂടെ ഒക്കെ ഹാങ് ഔട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് അത്ഭുതമാണ് എന്ത്, ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ക്ലാസ്സിലാണ്. ഓക്കെ, അത് നമുക്ക് ആ ടൈം പോകുന്നത് പോലും അറിയില്ല. കുട്ടികളും അതെ, കാരണം അത്ര ഇൻവോൾവ്ഡ് ആയിട്ടാണ് ക്ലാസ്. കുട്ടികളും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ആണ്. അതാണ് ICMSലുള്ള എൻ്റെ ഒരു അനുഭവം. ഈ മെൻറ്റർഷിപ്പുകളെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്പെസിഫിക് റോളാണല്ലോ, അധ്യാപകർ മാറുന്നു, എല്ലായിടത്തും പോകുന്നു എന്നും പരിഗണിച്ചാൽ പോലും മെൻറ്റർഷിപ്പിനെ കുറിച്ചും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, മെൻറ്റർഷിപ്പ് എന്ന് പറയുന്നത്
അതായത് ചില കുട്ടികൾ സെൽഫ് മോട്ടിവേറ്റഡ് ആണ്. പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും ഒരേ ആറ്റിറ്റ്യൂഡ് ആവില്ല. ക്ലാസ്സിൽ വന്നാൽ ഓക്കെ, എല്ലാവരും ഒരേപോലെ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ക്ലാസ് ടൈമിന് അപ്പുറത്തേക്ക് ചില കുട്ടികൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് സ്വയം പഠിക്കും. ചില കുട്ടികൾ വീട്ടുകാരെ നിർബന്ധം കൊണ്ട് പഠിക്കും. പക്ഷെ ഇതും പോരാ, ഇവരുടെ കൂടെ ഫോളോ അപ്പ് ചെയ്യാൻ ഒരു മെൻറ്ററും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾ അങ്ങ് വിട്ടാൽ മതി, അവർ പഠിച്ചോളും. ബാക്കിയുള്ളവരെ ഒന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി. പക്ഷേ മെൻറ്റേഴ്സ് ചെയ്യുന്നത് എന്താ, താല്പര്യത്തോടു കൂടി വന്നതാണ്, പാരൻസ് ഉറ്റു നോക്കുന്നതാണ് ഈ കുട്ടികളുടെ വിജയം. സോ അത് എൻഷുവർ ചെയ്യാനും കുട്ടികൾക്ക് റിസൾട്ട് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ചിലപ്പോൾ ഡീമോട്ടിവേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിലും മറ്റും മെൻറ്റർഷിപ്പിന് വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ. ഏതായിരുന്നാലും ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് താങ്കളോടുള്ള നന്ദി അറിയിക്കുകയാണ്. താങ്കളുടെ ഈ ഒരു മേഖലയിലുള്ള ഇനിയും അനുഭവങ്ങളും ആ മേഖലയിലുള്ള വിജയങ്ങളും വിദ്യാർത്ഥികളുമായിട്ട് സംതൃപ്തമായി പോകുന്ന ഒരു അധ്യാപന ജീവിതം തുടരട്ടെ എന്നും ആശംസിക്കുന്നു. താങ്ക് യു ഫോർ കമ്മിങ് ഇൻ ടു ദിസ് എക്സ്പെർട്ട് ടോക്ക്. താങ്ക് യു സർ.